ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതൊക്കെ നിന്ന് ഞാൻ ഇൻട്രോ ഒക്കെ എന്താ പറയുക, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. പിന്നെ അതുമല്ല ഞാനിതാക്കുന്ന കുറച്ച് നേരത്തെ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ വയനാട് ഏരിയ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാട്ടൊന്ന് പെട്ടെന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ എടുത്തില്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കുട്ടികളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ കോഴികൾക്ക് കഴിക്കാനുള്ള തീറ്റയൊന്നും ഇല്ല കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക, നമ്മുടെ തവിട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് നമ്മുടെ കോഴികൾക്ക് ഇതൊന്ന് വേവിച്ച് വെച്ചാൽ പിന്നെ കോഴികളെ തുറക്കുമ്പോൾ ഇതിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇത് രാവിലെ തന്നെ ഇതൊന്ന് വേവിച്ച് വെച്ചാൽ അതിൻ്റെ പരിപാടി കഴിയല്ലോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഇത് വേവിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ എന്താ പറയുക, പുട്ടിനൊക്കെ കുഴച്ച് ഒന്ന് വേവിച്ചെടുക്കും പോലെ വേവിച്ച് കൊടുക്കുന്നു മാത്രം. അപ്പോൾ വേവിച്ച് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും അവർ വെറുതെ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ഇത് വേവിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി അവർ കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് ഇത്ര നേരത്തെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നിപ്പോൾ ലീവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ശനി ഞായറൊക്കെ കുറച്ച് സമയം കിട്ടിയാൽ കിടന്നുറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് കിടന്നുറങ്ങിയാൽ ഒരു കാര്യം നടക്കില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യലും അതേപോലെ എൻ്റെ സംഘത്തിന് പോലും അതേപോലെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്നല്ല ഞാൻ ഇനി ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാട്ടോ ഇന്ന് രാവിലെ തന്നെ നമ്മളിതൊന്ന് വേവിച്ച് വെക്കാമല്ലോ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ 2.5 പാക്കറ്റ് പൊടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കിലോൻ്റെ എന്താ പറയുക, പുട്ടുപൊടി അല്ല സോറി ഗോതമ്പൊടിയാണല്ലോ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇതാക്കുന്ന വെറുതെ ഒന്ന് കുഴച്ചൊന്ന് എടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം പോലെ അല്ലാതെ ഒന്ന് പുട്ടിനൊക്കെ കുഴക്കുമ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കയ്യിൽ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാട്ടോ ഒരു ഇതില്ലാത്ത. നമ്മളെ പുട്ട് ആവിയൊക്കെ കയറി ഇതാക്കുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല സ്മെല്ല്. പുട്ടിൻ്റെ ആ ഒരു ആവിയുടെ സ്മെല്ല് അത് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം സോറി എന്താക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും കൂടി വേട്ടോ, അത് കുറച്ച് ഒന്നും കൂടി ആവാണ്. ഇതിപ്പോൾ പറഞ്ഞ സൺഡേ വ്ളോഗായിട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുറച്ച് രാവിലെ തന്നെ മീനുണ്ട് കേട്ടോ, മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാനൊന്നും കൂടി വിചാരിച്ചിട്ടുള്ള എന്താ പറയുക രാവിലത്തെ വീട്ടിൽ കേട്ടോ. എനിക്കിന്ന് ചിക്കനൊന്നും ഇല്ല കേട്ടോ, നല്ല എന്താ പറയുക അയില തേങ്ങ അരച്ച് വെക്കാൻ പോകാം കേട്ടോ. ഇത് ഇന്നലെ വൈകുന്നേരം പിന്നെ പപ്പായ പറിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വലിയ എന്താ പറയുക, നല്ല ഹൈറ്റിലായതുകൊണ്ട് വലിച്ചപ്പോൾ കുറച്ചധികം വലിച്ചിട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസത്തേക്ക് ഇത് തന്നെ ഉണ്ടാവും കേട്ടോ ആവശ്യത്തിനായിട്ട്. അപ്പോൾ അതല്ലേ വലുതാട്ടോ, നല്ല വലിപ്പമാണ്. പിന്നെ ഇതിൽ കുറച്ച് കോഴിക്ക് കൊടുക്കാം, പിന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇത് കണ്ടോ, ആ താഴത്തുനിന്ന് ഒരുപാട് നല്ല ഹൈറ്റാട്ടോ നമ്മുടെ പപ്പായക്ക്. ഇന്നലെ കൂട്ടിൽ കയറാതെ മാറി നിന്ന ആളാട്ടത്. എന്നിട്ട് ഈ കൂടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കും. എന്നിട്ട് രാവിലെ നേരം വെളുക്കുമ്പോഴേക്ക് പുറത്തേക്ക് ചാടും കേട്ടോ. ഇതിപ്പോൾ വല അടച്ചിട്ട് കൊണ്ട് പുറത്തേക്കൊന്നും പോയില്ല, ആളിത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇതാക്കുന്ന നല്ല എന്താ പറയുക, തുറന്ന് വിടാൻ വരികയെന്ന് വിചാരിച്ചിട്ടുള്ള തന്ത്രപ്പാടില്ല കേട്ടോ.
ഇത് നമ്മളെ ബ്രഹ്മക്കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, ബ്രഹ്മക്കുഞ്ഞുങ്ങളുടെ തുണക്കാർ ഒരു 3 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടി ഞാൻ ഈ ഒരു കൂട്ടിലാട്ടിടല്. ഇല്ലെങ്കിൽ വലിയ കോഴികളൊക്കെ കൊത്തുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇവര് ഞാൻ 2 ദിവസം പുറത്തേക്ക് അയച്ചു വിട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. ഇതിൽ ഇടത്തരം വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ, കൊത്തു കൂടുന്നത്. അപ്പോൾ ഇവരെ ആദ്യം തന്നെ തുറന്നാണ്. ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തള്ളക്കോയി എൻ്റെ അടുത്ത് നിന്ന് മാറ്റിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാണ്ടില് അവർക്ക് 1 മാസമോ 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. ബാ, ഇവരെ ഞാൻ കൂട്ടിൽ വെള്ളവും തീറ്റയൊക്കെ കൂട്ടി തന്നെ വെച്ച് കൊടുക്കലാട്ടോ. എന്താ വെച്ചാൽ വലിയ കോഴികൾ ഇതിനുള്ളിൽ നിൽക്കണം, ഇവർക്ക് കഴിക്കാൻ കിട്ടില്ല. ഇവരെ തുറന്ന് വിട്ടാൽ പിന്നെ ഇവരെ പിടിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവർക്ക് കൂട്ടിൽ തീറ്റ ഇട്ടതിനെ കൊണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കൂട് തുറന്നിട്ടോ. ഇത് കറക്റ്റ് എന്താ പറയാ, പുള്ളിയും വാലിൻ്റെ അവിടെ പുള്ളിയും ഇവിടെ പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഒരു വൈറ്റും അതേപോലെ ഇതുണ്ടല്ലോ, ഈ ഒരു കളറിലാട്ടോ നമ്മുടെ പിന്നെ ബ്രഹ്മക്കുഞ്ഞിൻ്റെ ഒരു കളറ് വരുന്നത്. ഇതുണ്ടല്ലോ, ഇതൊരു ഓറഞ്ച് കളറാണ്. ഇത് അവരെപ്പുറം ബ്രഹ്മക്കുഞ്ഞുങ്ങളെപ്പുറം ഉണ്ടായിരുന്ന ആ കോഴിക്കുഞ്ഞുങ്ങൾ. ഗോതമ്പൊക്കെ ആവിയിൽ വെച്ച് നല്ലത് അതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പൊടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് പൊടിക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയൊക്കെ കണ്ടില്ലേ, നമ്മൾ പൊടി തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്ര അതിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ അവർക്ക് നല്ലോണം ഇങ്ങനെ കൊത്തി കഴിക്കാനൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോഴിക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതാക്കുന്ന ഒരു ചാക്ക് പിടിച്ച് ചാക്കിലാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഇറക്കിലല്ല ഇട്ട് കൊടുക്കല്, ഇന്ന് ആ ചാക്കിലാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ആദ്യം തന്നെ കുറച്ച് നമ്മളെ കുഞ്ഞ് കോഴികൾ കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇത് നമ്മളെ കുഞ്ഞുമക്കളെ തള്ളേനെ പുറത്തേക്ക് ഇറക്കിയ കേട്ടോ. അപ്പൊ എല്ലാവരും ഓരോരോ കഷ്ണമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക കേട്ടോ ചെയ്യുന്നത്. എല്ലാരും ഓരോരോ കഷ്ണൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് കൊണ്ടാട്ടോ നമ്മളെ ഇവിടെ ഒരാളെയും കാണാത്ത. ഇപ്പൊ ഓരോരോ കഷ്ണൊക്കെ എടുത്ത് ഓരോരോ മൂലയിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പൊ കുറച്ച് ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താട്ടോ, അവിടെയൊക്കെ പോയി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മളെ വലിയ കോഴികളായിട്ടോ തുറക്കാൻ പോണത്. ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കോഴികൾക്ക് ഒരു നേരത്തെ ഫുഡ് എന്തായാലും ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ ഒരുപാട് അവർക്ക് കഴിക്കാൻ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.